നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കുക എന്നതാണ് ബിജെപിയുടെ അജണ്ടയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ രാജ്യത്തെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടില്ലെന്നും മുഖ്യമന്ത്രി. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. പെരിന്തൽമണ്ണ മേലാറ്റൂരിൽ വസ്ത്രശാലയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. മുകളിലത്തെ 2 നില പൂർണ്ണമായും കത്തിനശിച്ചു. ആളപായമില്ല. മണ്ണാർക്കാട് വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കി നൽകാത്തതിനെതിരെ വ്യാപാരികൾ. വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ആലോചിക്കുമെന്ന നേതാക്കൾ. ഉദ്യോഗസ്ഥരുടെ നടപടി മൂലം വ്യാപാരം നിർത്തേണ്ട സ്ഥിതിയെന്നും ഏകോപന സമിതി നേതാക്കൾ. റോഡുകളുടെ ശോചനീയാവസ്ഥ. വോട്ട് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട ആലിപ്പറമ്പിൽ ഫ്ലക്സ് ബോർഡുകൾ. വിവിധ ഗ്രാമീണ റോഡുകളുടെ തകർച്ച ചൂണ്ടിക്കാട്ടിയാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. ചെർപ്പളശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ലോറി പിന്നിലേക്കിറങ്ങിയുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു. 26 മൈൽ സ്വദേശി മുഹമ്മദ് ബഷീറാണ് മരിച്ചത്. ഐഡിയൽ കോളേജിന് സമീപമായിരുന്നു അപകടം. കടുത്ത ചൂടിൽ കോഴികൾ ചത്തൊടുങ്ങുന്നു. കോഴി കർഷകരും വ്യാപാരികളും പ്രതിസന്ധിയിൽ. മണ്ണാർക്കാട് മേഖലയിൽ 100 കണക്കിന് ഫാമുകൾ ഉൽപ്പാദനം നിർത്തി. വിശദമായ വാർത്തകൾ നോക്കാം. രാജ്യത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ബിജെപിയുടെ അജണ്ടയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പട്ടാമ്പിയിൽ LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ബിജെപിയുടെ ആഭ്യന്തര ശത്രുക്കളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാൻ കഴിയാത്തവരായി കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ മാറിയ കാഴ്ചയാണ് കഴിഞ്ഞ 5 വർഷം കാണാനായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് ഇവരെ വിജയിപ്പിച്ച വോട്ടർമാരിൽ വലിയ മനോവേദനയാണ് ഉണ്ടാക്കിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ സഹായിക്കാത്തവരാണ് ഇപ്പോൾ വികസനത്തിന്റെ പേര് പറഞ്ഞു വരുന്നതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. കേന്ദ്രം ഭരിക്കുന്ന BJPയെ നയിക്കുന്നത് RSS ആണ്. RSSന്റെ നയങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എന്നതാണ് BJPയുടെ അജണ്ട. ഇക്കാര്യം അവർ തന്നെ പരസ്യമായി പറഞ്ഞതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. BJP ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ അജണ്ടയാണ്. RSSന്റെ അജണ്ട എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിനെതിരായിട്ടുള്ളതാണ്, നമ്മുടെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ളതാണ്, നമ്മുടെ മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ളതാണ്, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനെതിരെയുള്ളതാണ്, നമ്മുടെ രാജ്യം നിലനിർത്തുന്ന ദേശീയോദ്യോഗത്തിനെതിരെയുള്ളതാണ്. ഇതാണ് BJPയുടെ പ്രത്യേകത. ഇതൊന്നും അവർ മറച്ചു വെച്ചിട്ടില്ല. എല്ലാ ഘട്ടത്തിലും അവരുടെ അജണ്ട പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് പോയിട്ടുള്ളത്. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട നമ്മുടെ രാജ്യം മതനിരപേക്ഷ രാഷ്ട്രമായിക്കൂടാ എന്നുള്ളതാണ്. അവരുദ്ദേശിക്കുന്ന രാഷ്ട്രത്തിൽ ചിലരിൽ ആഭ്യന്തര ശത്രുക്കളാണ്. അവരാഭ്യന്തര ശത്രുക്കളായി കരുതുന്നത് പ്രധാനമായും ന്യൂനപക്ഷവും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അത് അവർ തന്നെ വാചകത്തിൽ പറഞ്ഞ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും ഇതാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്നത്. അപ്പോൾ ആ ആഭ്യന്തര പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിനവർ മാതൃകയാക്കുന്നത് ജർമ്മനിയാണ്. രാഹുൽ ഗാന്ധി നിങ്ങൾക്കെതിരെ പറഞ്ഞ ഒരു കാര്യം ഇവിടെയാണ്. നിങ്ങളൊരു യാത്ര നടത്തിയല്ലോ. ആ യാത്രയിൽ നിങ്ങൾ രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചല്ലോ. ഇതിനെപ്പറ്റി മിണ്ടിയോ? പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ അർത്ഥശങ്കക്കിടയിലാണ് പറഞ്ഞിരിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും. കോൺഗ്രസ് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ആ പ്രകടന പത്രികയിൽ യാതൊന്നുമില്ല. പ്രകടന പത്രികയിൽ ഒന്നുമില്ലാത്തതിനെ ഞങ്ങൾ വിമർശിച്ചു. അത് വിമർശിക്കട്ടെ. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പട്ടാമ്പിയിൽ LDF റാലി സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായി. സ്ഥാനാർത്ഥി A. വിജയരാഘവൻ, മന്ത്രി MB രാജേഷ്,
AK ബാലൻ, KP സുരേഷ് രാജ്, A രാമസ്വാമി, NN കൃഷ്ണദാസ്, P മമ്മിക്കുട്ടി MLA, EN സുരേഷ് ബാബു, അഷ്റഫ് അലി വല്ലപ്പുഴ, സുബൈദ ഇസാഖ്, KP അബ്ദുറഹ്മാൻ, TK നാരായണദാസ്, NP വിനയ്കുമാർ, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഒറ്റപ്പാലം വരോട് പനമണ്ണ മഞ്ഞളാടിപ്പടിയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കി. അതോടുകൂടി തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ വന്നത്. പൗരത്വ ഭേദഗതി നിയമവും ഏക സിവിൽ കോഡുമാണോ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ? ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ എന്തെല്ലാം ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാർഷിക പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്, വ്യാവസായ വികസനത്തിന് വേണ്ടിയുള്ളതാണ്, സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ് ഈ രണ്ട് നിയമങ്ങളും. ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് ഈ രാജ്യത്തെ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കാൻ, മതാധിപത്യം അടിച്ചേൽപ്പിച്ച് ഈ മഹാരാജ്യത്തെ ഒരു വർഗീയ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനുള്ള അത്യന്തം ആപൽക്കരമായ നിലപാടുകളുടെ ഭാഗമാണ് ഈ പ്രഖ്യാപനം. ഇടതുപക്ഷം മതനിരപേക്ഷ നിലപാടുമായി മുന്നോട്ടു പോകുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വേട്ടയാടുന്നതെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാ കൗൺസിലർ P ശ്രീകുമാരൻ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് T സുനിൽ, വരോട് ലോക്കൽ സെക്രട്ടറി PC സോമൻ, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ K അബ്ദുൽ നാസർ, IMA സതീശൻ, ജനതാദൾ S ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് K ബാബു മൊയ്തീൻകുട്ടി, അഡ്വക്കേറ്റ് T രവിശങ്കർ എന്നിവർ സംസാരിച്ചു. മേലാറ്റൂരിൽ വസ്ത്രശാലയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. മേലാറ്റൂർ പെരിന്തൽമണ്ണ റോഡിൽ പെട്രോൾ പമ്പിന് എതിർവശം പ്രവർത്തിക്കുന്ന ബ്ലൂ ഫോർ മെൻ എന്ന ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ മുകളിലത്തെ 2 നില പൂർണ്ണമായും കത്തിനശിച്ചു. പെരിന്തൽമണ്ണയിൽ നിന്നും തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. മേലാറ്റൂർ പെരിന്തൽമണ്ണ റോഡിൽ പെട്രോൾ പമ്പിന് എതിർവശം പ്രവർത്തിക്കുന്ന ബ്ലൂ ഫോർ മെൻ ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഇതുവഴിയുള്ള യാത്രക്കാരാണ് തീ പടരുന്നത് കണ്ടത്. ഷോപ്പിന്റെ 2ാം നിലയിലാണ് തീ പടർന്നത്. വസ്ത്രങ്ങളിൽ തീ പടർന്നതിനാൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുകയായിരുന്നു. തുടർന്ന് പെരിന്തൽമണ്ണയിൽ നിന്നും തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അപ്പോഴേക്കും മുകളിലത്തെ 2ാം നില പൂർണ്ണമായും കത്ത് നശിച്ചിരുന്നു. താഴത്തെ ഫ്ലോറിലേക്ക് പടരുന്നതിന് മുമ്പ് തീയണയ്ക്കാൻ സാധിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P സജു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രാജേഷ്, രഞ്ജിത്ത്, കിഷോർ, അനീഷ്, ഉമ്മർ, ശരത് കുമാർ, ഹോം ഗാർഡുമാരായ ഉണ്ണികൃഷ്ണൻ, വിശ്വനാഥൻ, ഗോപകുമാർ, ശിവദാസ്, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ രഞ്ജിത്ത്, ഫൈസൽ, റഹ്മാൻ, ഫൗസിയ, ഷാഹിദ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തീപിടുത്തത്തിൽ വസ്ത്രങ്ങളും ഫർണിച്ചർ സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ അഗ്നിക്കിരയായി. ഏകദേശം 50 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഏപ്പിക്കാട് സ്വദേശി കാവിൽക്കുത്ത് നൌഷാദിന്റെയാണ് അഗ്നിക്കിരയായ കട. ചെർപ്പളശ്ശേരി ഐഡിയൽ കോളേജിന് സമീപം നിയന്ത്രണം വിട്ട ലോറി പിന്നിലേക്ക് ഇറങ്ങിയുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു. ചെർപ്പളശ്ശേരി 26 മൈൽ സ്വദേശി പാക്കറത്ത് മുഹമ്മദ് ബഷീറാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ചെർപ്പളശ്ശേരി ഐഡിയൽ കോളേജ് ഗ്രൗണ്ടിനോട് ചേർന്ന കയറ്റത്തിൽ ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കയറ്റം കയറുകയായിരുന്ന ടിപ്പർ ലോറിയുടെ ബ്രേക്ക് നഷ്ടമാവുകയും ലോറി നിയന്ത്രണം വിട്ട് പിന്നിലേക്കിറങ്ങി പിറകിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നെന്നും പറയുന്നു. ഇതിനിടെ ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബഷീറിന്റെ ദേഹത്തു കൂടി ലോറി കയറിയിറങ്ങുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബഷീറിനെ നാട്ടുകാർ ചെർപ്പളശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചെർപ്പളശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 26 മൈലിൽ 10 വർഷത്തോളമായി ഓട്ടോ ഓടുന്ന ആളാണ് ബഷീർ. ഫർസാനയാണ് ഭാര്യ. ഒരു കുട്ടിയുണ്ട്. മണ്ണൂരിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. ഒറ്റപ്പാലം ചുനങ്ങാട് മുരുക്കുംപറ്റ കാഞ്ഞിക്കൽ വീട്ടിൽ 37-കാരനായ ഫർഹാനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്.
മണ്ണാർക്കാട് നഗരസഭയിലെ വ്യാപാരികളുടെ വ്യാപാര ലൈസൻസ് പുതുക്കി നൽകാത്തതിനെതിരെ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിനൊരുങ്ങി വ്യാപാരികൾ. ലൈസൻസ് പുതുക്കി നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പോലും പരിഗണിക്കാത്ത ഉദ്യോഗസ്ഥരുടെ നടപടി മൂലം വ്യാപാരം നിർത്തേണ്ട സ്ഥിതിയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിൽ കെട്ടിട ഉടമകളുടെ നികുതി കുടിശ്ശിക നിലനിൽക്കുന്നതിനാൽ വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കി നൽകാനാവില്ലെന്ന് നഗരസഭ അറിയിച്ചിരുന്നു. ഇതിനെതിരെ കോടതിയിൽ നിന്ന് വ്യാപാരികൾ അനുകൂല ഉത്തരവ് വാങ്ങിയെങ്കിലും കെ-സ്മാർട്ട് ആപ്ലിക്കേഷന്റെ സാങ്കേതികത്വം പറഞ്ഞ് ലൈസൻസ് നൽകുന്നത് തടഞ്ഞുവച്ചിരിക്കുകയാണ്. എന്നാൽ കോടതി ലൈസൻസ് മാനുവലായി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും നഗരസഭ അംഗീകരിച്ചില്ല. മാർച്ചിൽ ലൈസൻസ് പുതുക്കിയതിന്റെ രേഖകൾ ലഭിച്ചില്ലെങ്കിൽ ബാങ്ക് വായ്പകൾ പുതുക്കാനോ മറ്റു വിവിധ ലൈസൻസുകൾ എടുക്കാനോ കഴിയില്ല. ഈ വിഷയത്തിലുള്ള ന്യായമായ പരാതി വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മനുഷ്യത്വരഹിതമായ പല നിയമങ്ങളും ഫൈനുകളുമാണ് നഗരസഭയും സർക്കാരുകളും വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭ വർദ്ധിപ്പിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി താങ്ങാൻ കഴിയാത്തതിനാലാണ് അടയ്ക്കാത്തതെന്നാണ് കെട്ടിടം ഉടമകൾ പറയുന്നത്. വസ്തുനികുതിയും വ്യാപാര ലൈസൻസും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല. വ്യാപാരികൾ 2 മാസമായി അനുഭവിക്കുന്ന ഈ പ്രയാസത്തിന് ഈ മാസം 25-ന് മുൻപ് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ 2000-ഓളം വരുന്ന വ്യാപാരികളും 5000-ലധികം വരുന്ന കുടുംബങ്ങളും വോട്ട് ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധം ആലോചിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇതിനുള്ള പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം. ബിൽഡിംഗ് ഓണേഴ്സ് ഞങ്ങളോട് പറഞ്ഞത് വൻതുക ലക്ഷക്കണക്കിന് രൂപ ബില്ലിംഗ് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബില്ലിംഗ് ടാക്സ് അടയ്ക്കാതിരിക്കുന്നത്. അതിനുള്ള നിയമ നടപടികളുമായി ബില്ലിംഗ് ഓണേഴ്സും പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. ഞങ്ങൾ ചോദിക്കുന്നത് സർക്കാരിനോടും ഭരണ സംവിധാനങ്ങളോടും ഞങ്ങൾ ചോദിക്കുന്നത് ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നത് അത് മറ്റൊരു വശമാണ്. അതവരടയ്ക്കോ അടയ്ക്കാതിരിക്കുകയോ അതിന് അവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ ഉത്തരവാദികളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇതുമായി ബന്ധിപ്പിക്കാതെ ഇതുമായി കൂട്ടിക്കെട്ടാതെ ഞങ്ങളുടെ D&O ലൈസൻസ് മുനിസിപ്പൽ ലൈസൻസ് പുതുക്കി തരണം എന്നാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് പോലും സാങ്കേതിക നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് ഇത് നീട്ടുന്ന സർക്കാർ നടപടികളിൽ മണ്ണാർക്കാട് വ്യാപാരികൾക്ക് വേണ്ടി കേരളത്തിലുള്ള മൊത്തം വ്യാപാരികളും ശക്തമായ പ്രതിഷേധം കൂടി അറിയിക്കുകയാണ്. ഇതിന് ആര് ഉത്തരവാദികളായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല. കേരളത്തിലെ വ്യാപാരികൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവരുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ നിലനിൽപ്പാണ് ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നത്. പ്രസിഡന്റ് ബാസിത്ത് മുസ്ലിം, ജനറൽ സെക്രട്ടറി രമേശ് പൂർണിമ, PU ജോൺസൺ, ഡേവിസ്, ഷെമീർ യൂണിയൻ, കൃഷ്ണദാസ് സിഗ്നൽ, ഗുരുവായൂരപ്പൻ, ബേബി ചാക്കോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്ലക്സ് ബോർഡുകൾ. ആലിപ്പറമ്പിലെ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വോട്ട് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയത്. വികസന ആവശ്യങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രാദേശികമായി പ്രധാനമായും ഉയരുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അത് പ്രതിഷേധത്തിലേക്കും വോട്ട് ബഹിഷ്കരണത്തിലേക്കും നീങ്ങും. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട് ഒരു കൂട്ടം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആലിപ്പറമ്പിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. ആലിപ്പറമ്പ് പ്രദേശത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആലിപ്പറമ്പ്, ഹൈസ്കൂൾ കുന്ന്, പള്ളിക്കുന്ന്, വില്ലേജ്, കാമ്പുറം, പൂവത്താണി തുടങ്ങിയ റോഡുകളാണ് തകർന്നു കിടക്കുന്നത്. വർഷങ്ങളോളമായി തകർന്നു കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ രാഷ്ട്രീയ കക്ഷികളാരും മുൻകൈയെടുക്കുന്നില്ല എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. പൂവത്താണി കാമ്പുറം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിലും നിലവിൽ റോഡിലൂടെ യാത്ര ദുഷ്കരമാണ്. ഈ പ്രദേശം ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. MLA-യും MP-യും UDF ജനപ്രതിനിധികളാണ്. വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കടുത്ത ചൂടിൽ കോഴികൾ ചത്തൊടുങ്ങുന്നു. കോഴി കർഷകരും വ്യാപാരികളും ദുരിതത്തിൽ. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണുള്ളതെന്ന് മണ്ണാർക്കാട്ടെ ഫാം ഉടമകൾ പറയുന്നു. പാലക്കാട് ജില്ലയിൽ ചൂട് 40 ഡിഗ്രി കടന്നതോടെ കോഴികൾ കൂട്ടത്തോടെ ചത്തു തുടങ്ങിയതാണ് പ്രതിസന്ധിയായത്. ജലക്ഷാമവും ഫാം നടത്തിപ്പിനെ ബാധിച്ചു.
മണ്ണാർക്കാട് മേഖലയിൽ നൂറുകണക്കിന് ഫാമുകളാണ് ചൂട് കാരണം കൂട്ടത്തോടെ ഉൽപ്പാദനം നിർത്തിയത്. ഫാമുകളിൽ കുഞ്ഞുങ്ങളെ ഇറക്കി 40 ദിവസം പരിചരിച്ച് 60% കോഴികളെയാണ് വിൽക്കാൻ കഴിയുന്നത്. 40% ചത്തൊടുങ്ങുകയാണ്. ഇത് വലിയ നഷ്ടമാണ് വരുത്തുന്നത്. ഉൽപ്പാദനം കുറഞ്ഞതോടെ വില വർദ്ധിച്ചു. കോഴിക്ക് ക്ഷാമം നേരിട്ട് തുടങ്ങുകയും ചെയ്തു. പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വായ്പയെടുത്തും സ്വർണം പണയം വെച്ചുമെല്ലാം ഫാം നടത്തുന്നത്. ഫാമുകൾ വാടകയ്ക്കെടുത്ത് നടത്തുന്നവരുമുണ്ട്. ഉൽപ്പാദനം നിർത്തിയോടെ ഫാമുകൾ നശിച്ചു തുടങ്ങി. നിശ്ചിത കാലയളവിലേക്ക് വാടകയ്ക്കെടുത്തതിനാൽ അത്രയും കാലത്തെ വാടക നൽകേണ്ട സ്ഥിതിയുമുണ്ട്. ലക്ഷങ്ങളുടെ ബാധ്യതയാണ് പലരും നേരിടുന്നതെന്ന് ഫാം ഉടമ പറഞ്ഞു. ഇപ്പോൾ ഈ വിലകയറ്റം കാരണം 2 പെട്ടി കോഴി എന്നുള്ളത് 1 പെട്ടി കോഴി ആക്കിയാൽ അതന്നെ 2 ദിവസം 3 ദിവസം നിർത്തിയാൽ തീരും. 1 പെട്ടി കോഴി വിറ്റ് നമുക്ക് 650 റുപ്യ 600 റുപ്യ കൂലി പൈസ കിട്ടും. അതിപ്പോൾ 1 പെട്ടി വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകും. ഉച്ചക്കെങ്ങാണ്ട് 1 മണിക്കൂർ കറണ്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു കോഴി ചാവുകയും 2 കോഴി ചാവുകയും ചെയ്ത് കഴിഞ്ഞാൽ കൂലി പൈസക്ക് വേറെ നമ്മുടെ പൈസ അങ്ങോട്ടാ പോകാം, നമുക്കൊന്നും കിട്ടാനില്ല. പെരുന്നാൾക്കും കാര്യമായിട്ട് നമുക്കൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. കാരണം ഈ വില കാരണം ഇതിനേക്കാൾക്കും കുറവാണ് അപ്പോൾ ബീഫിന് നാട്ടിൽ കിട്ടാൻ. അപ്പോൾ പിന്നെ ഇതുമ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മൊത്തം ഞങ്ങളൊരു പ്രതിസന്ധിയിലാണ്. 1 പെട്ടി കോഴി കഴിഞ്ഞാൽ 3 ദിവസം കച്ചവടം. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ നിലവിലുള്ള ഞങ്ങളെ ഒരാളുടേതല്ല, ഇതൊരു മൊത്തത്തിലുള്ള ഒരു കോഴിക്കടക്കാരുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. കോഴിക്കടക്കാരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 10 പെട്ടി കോഴി ഇറക്കിയിരുന്നവർ 1-2 പെട്ടിയാണ് ഇറക്കുന്നത്. ചൂട് കാരണം കോഴികൾ ചാകുന്നതാണ് ഇവരുടെയും പ്രതിസന്ധിയെന്ന് ചിക്കൻ സ്റ്റാൾ ഉടമകൾ പറഞ്ഞു. ചൂട് കാരണം കോഴി ഇറക്കൽ വളരെ കുറവാണ്. പിന്നെ ബിസിനസ് പറ്റിയ കമ്മിയാണ്. കോഴി അത് കുറച്ച് ഇറക്കുന്നുള്ളൂ. കോഴി കണ്ടമാനം ചത്തുപോവുകയാണ്. പിന്നെ അത് കാരണം ഇപ്പോൾ ഈ ബിസിനസ് മൊത്തം സ്തംഭിച്ചിരിക്കുകയാണ്. വേറെ ഇപ്പം എന്താ ചെയ്യാൻ ഒരു നിവൃത്തിയില്ലേനും. റേറ്റ് 166 രൂപയായിട്ട് നമ്മൾ വെക്കുന്നത്. അതിന് നമുക്ക് നമ്മൾ നഷ്ടത്തിലാണ്. ഈ ചൂട് കാരണം ഭയങ്കര ഈ ചാകര വെയിലസ് എല്ലാം വരികയാണ്. കച്ചവടം ചെയ്തിട്ടൊരു കാര്യത്തിനൊന്നും ഒന്നും കിട്ടണമെന്നില്ല. വളരെ മുന്നോട്ട് പോകുന്ന അറിയില്ല. പോലെ നല്ല പ്രയാസത്തിലാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും കേരള പെൻഷനേഴ്സ് സർവീസ് ലീഗും ചേർന്ന് മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ വിജയം ഉറപ്പാക്കാൻ രംഗത്തിറങ്ങാൻ കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ UDF നിയോജക മണ്ഡലം കൺവീനർ അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാമൂഹ്യാവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് കൺവീനർ പറഞ്ഞു. മുസ്ലിം ജനവിഭാഗങ്ങളുടെ നിരവധി ചടങ്ങുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ബോംബ് സ്ഫോടനം പരസ്പരം കൊല്ലുന്ന ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ മതരാഷ്ട്രത്തെ ഒരിക്കലും ജനാധിപത്യത്തിലേക്ക് എത്തിക്കപ്പെടാൻ കഴിയില്ല, ജനാധിപത്യം വിജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെയൊക്കെ തീവ്രവാദം ഉണ്ടാവുന്നത്. നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ മതരാഷ്ട്രമാക്കി മാറ്റാൻ പാവപ്പെട്ട ഇവിടുത്തെ പുലയനെയും അതുപോലെ തന്നെ പാവപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രഖ്യാപിത ലക്ഷ്യം ഞങ്ങളുടെ അതാണെന്ന് പറഞ്ഞ് 4 വോട്ടിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിച്ചിട്ടുള്ളത്. A. അസൈനാർ അധ്യക്ഷത വഹിച്ചു. N. ഷംസുദ്ദീൻ MLA, കളത്തിൽ അബ്ദുള്ള, P. അഹമ്മദ് അഷ്റഫ്, റഷീദ് ആലായൻ, KG ബാബു, യൂസഫ് ആക്കാടൻ, M. അബ്ദു, മാത്യു കല്ലടിക്കോട്, അബൂബക്കർ കൊടക്കാട്, V. സുകുമാരൻ, A. ശിവദാസൻ, മജീദ് കോട്ടോപ്പാടം എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷത്തെ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിപുലമായി യോഗം വിളിച്ചു ചേർത്തു. എഴുന്നള്ളിക്കുന്ന കാളകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനും ഉത്സവത്തിന് കർശന സുരക്ഷ ഒരുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മെയ് 11, 12 തീയതികളിൽ നടക്കുന്ന മുളയൻകാവ് കാളവേല പൂരം ആഘോഷത്തിൻ്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് വിപുലമായ യോഗം വിളിച്ചു ചേർത്തത്. ക്ഷേത്രം ഊട്ടുപുരയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ R. രത്മേഷ്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ A. രാജേഷ്, അംഗങ്ങളായ C. രാജൻ, ഹരിദാസൻ, A. രാമകൃഷ്ണൻ, ഉത്സവാഘോഷ സമിതി പ്രസിഡന്റ് രാജൻ വല്ലപ്പുഴ, സെക്രട്ടറി മുരളി എഴുവന്തല, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. രമണി, വൈസ് പ്രസിഡന്റ് TK ഇസാക്ക്, വാർഡ് മെമ്പർമാരായ ബാലഗംഗാധരൻ, ഉഷ, പോലീസ്, റവന്യൂ, ഹെൽത്ത്, KSEB ഉദ്യോഗസ്ഥർ, വിവിധ ദേശകമ്മിറ്റി ഭാരവാഹികൾ, ഉത്സവാഘോഷ സമിതി അംഗങ്ങൾ, കാളക്കമ്മിറ്റി ഭാരവാഹികൾ, ഉപപൂര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന കാളകൾ നിർബന്ധമായും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നതാണ് പ്രധാന തീരുമാനം. രജിസ്റ്റർ ചെയ്യാത്ത കാളകളെ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല. രാത്രി 12 മണിക്കുള്ളിൽ വരുന്ന കാളകൾക്ക് കിഴക്കേ നടയിൽ 5 മിനിറ്റ് കൊട്ടുവാൻ അവസരം നൽകും. പോലീസിന്റെ പ്രത്യേക നിർദ്ദേശമുള്ളതിനാൽ DJ സെറ്റുകൾ രാത്രി 10 മണിക്ക് ശേഷം അനുവദിക്കില്ല. അപ്പോൾ അത് നമ്മൾ ആരെ കൊണ്ടുവരണ്ടെന്ന് ഓരോ ദേശത്തെ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഇത് സമയ ക്ലിപ്തത ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം കയറുന്ന പ്രശ്നങ്ങൾ, 12 മണിക്ക് കയറുന്ന പ്രശ്നങ്ങൾ,
അപ്പോൾ ആ സമയത്ത് സംസാരിക്കാൻ അതിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആരും ഉണ്ടാവില്ല. ആ സമയത്ത് ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരോട് ഇവർ കമ്മിറ്റിക്കാരോ പോലീസോ സംസാരിച്ചാൽ അത് വാക്കുതർക്കത്തിന് ഇടയാക്കും. അതുകൊണ്ടാണ് ഇവർ പറയണത് ഒരു 2 പേരുടെ പേര്, ഒരു സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ട് ഒരു ഉത്തരവാദിത്തം ഏൽക്കാൻ പറ്റിയ 2 പേര്, കാളേനെ കൊണ്ടുവന്ന 2 പേര്, നാട്ടിലെ 2 പേരുടെ പേര് തന്നാൽ അവരോട് കാര്യങ്ങൾ സംസാരിച്ചാൽ അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും അവിടെ തീരും. ഒരു കൂട്ടം ആൾക്കാരോട് സംസാരിച്ചാൽ പല അഭിപ്രായങ്ങളാവും. അത് പിന്നെ ലാസ്റ്റ് അടിയിലേക്ക് നീങ്ങും. കാളവേല പൂരം ദിവസം മുളയങ്കാവ് കൊപ്പർ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉത്സവത്തിന് കർശന സുരക്ഷ ഒരുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ രാജേഷ് യോഗത്തിൽ അധ്യക്ഷനായി. മണ്ണാർക്കാട് കോൽപ്പാടം മിസ്ബാഹുൽ ഉലൂം മദ്രസ കെട്ടിടം വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. മഹൽ നിവാസികളുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെയാണ് മദർസ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത്. മദർസയുടെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപനം, മിസ്ബാഹ് സപ്ലിമെന്റ് പ്രകാശനം, റേഞ്ച് തല പ്രവേശനോത്സവം, മതസൗഹാർദ്ദ സംഗമം എന്നിവ നടക്കും. പൊതിയിൽ മൊയ്തീൻ ഹാജി അധ്യക്ഷത വഹിക്കും. പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. എൻ ഷംസുദ്ദീൻ MLA, ഹബീബ് ഫൈസി കോട്ടോപ്പാടം തുടങ്ങിയവർ പ്രസംഗിക്കും. കോൽപ്പാടത്ത് പുതുതായി നിർമ്മിച്ച മദ്രസ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഏപ്രിൽ 18-ാം തീയതി വ്യാഴം 7 PM മഹല്ല് പ്രസിഡന്റ് പൊതിയിൽ മൊയ്തീൻ ഹാജിയുടെ അധ്യക്ഷതയിൽ പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA പ്രസ്തുത ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും. ഹബീബ് ഫൈസി കോട്ടോപ്പാടം മുഖ്യ പ്രഭാഷണം നടത്തും. പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മദ്രസയുടെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപനം, മിസ്ബാഹ് സപ്ലിമെൻ്റ് പ്രകാശനം, റേഞ്ച് തല മദ്രസ പ്രവേശനോത്സവം, മതസൗഹാർദ്ദ സംഗമം എന്നിവ നടക്കുന്നതായിരിക്കും. ജനറൽ സെക്രട്ടറി ഷാഫി ഫൈസി കോൽപ്പാടം, ഭാരവാഹികളായ മൊയ്തീൻ ഹാജി, റിയാസ്, കമാൽ വേളക്കാടൻ, ഖത്തീബ്, സി മുഹമ്മദ് അലി ദാരിമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ചെറുകാട് സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച നാടക ക്യാമ്പിൽ രൂപപ്പെടുത്തിയ അവസാനത്തെ യുദ്ധം നാടക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ചെറുകാട് കോർണറിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ MM നാരായണനാണ് നാടകത്തിൻ്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി നാടകം വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും. ആനുകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ ആസ്പദമാക്കി അവസാനത്തെ യുദ്ധം എന്ന നാടകമാണ് ചെറുകാട് സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച ത്രിദിന നാടക ക്യാമ്പിൽ ചിട്ടപ്പെടുത്തിയത്. യുവ സംവിധായകൻ ആബിദ് PT നേതൃത്വം നൽകിയ പരിശീലന ക്യാമ്പിലാണ് നാടകം ചിട്ടപ്പെടുത്തിയത്. പെരിന്തൽമണ്ണ ചെറുകാട് കോർണറിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ MM നാരായണൻ നാടകം ഉദ്ഘാടനം ചെയ്തു. സർവനാശത്തിൻ്റെ പാതാളത്തിലേക്ക് രാജ്യം തകർന്നടിയാൻ പോകുമെന്ന ആശങ്ക ഉയർന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലും സമയത്തിലുമാണ് നാം ഇപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്നത്. തീർച്ചയായും രാജ്യത്തിൻ്റെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, വേണു സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് അവസാനത്തെ യുദ്ധമാണ്. ഈ നാടകത്തിൻ്റെ പേരും അവസാനത്തെ യുദ്ധം. വേണു പറഞ്ഞപ്പോൾ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പ് യുദ്ധമാണെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഇനി ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്തുണ്ടാവുമോ എന്ന ആശങ്കയാണ് വേണു പങ്കുവച്ചത്. ഞാൻ അതിനപ്പുറത്തേക്ക് പോവുക. തെരഞ്ഞെടുപ്പുണ്ടാവുമോ എന്ന ആശങ്കയല്ല, ഇന്ത്യ തന്നെ ഉണ്ടാവുമോ എന്നുള്ള ആശങ്കയാണ്. ചുമരുണ്ടായിട്ടല്ലേ ചിത്രം എഴുതാൻ പറ്റും. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ അസ്തിത്വം തന്നെ അഭൂതപൂർവമായൊരു പ്രതിസന്ധിയുടെ പടിനടക്കൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വേണു പാലൂർ, അസീസ് തുവൂർ, കോട്ടയ്ക്കൽ മുരളി, MP രാജേഷ്, ആബിദ് മംഗലം, MK ശ്രീധരൻ എന്നിവർ സംസാരിച്ചു.
MP രാജേഷ് രചനയും ആബിദമംഗലം സംവിധാനവും നിർവഹിച്ച അവസാനത്തെ യുദ്ധം നാടകം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. വേനലിൻ്റെ കാഠിന്യത്തിൽ ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ വറ്റി വരണ്ട തിരുവിഴാംകുന്ന് മലേരിയം തോട്. കഴിഞ്ഞ വേനലിലും ഈ സമയം തോട് വറ്റിയിരുന്നെങ്കിലും ഇടമഴ ലഭിച്ചതിനാൽ നേരിയ തോതിൽ നീരൊഴുക്ക് ഉണ്ടായിരുന്നു. വേനലിന്റെ മൂർധന്യാവസ്ഥയിൽ മലേരിയം തോടിനും പിടിച്ചു നിൽക്കാനായില്ല. ഒരു തുള്ളി വെള്ളമില്ലാതെ തോട് പൂർണ്ണമായും വറ്റി വരണ്ടു. തോടിൽ രൂപപ്പെട്ട കുഴികളിൽ പോലും വെള്ളമില്ല. മണലും പാറയും മാത്രമായി മരുഭൂമി സമാനമാണ് തോട്. എന്നോ ഒഴുകിയ വെള്ളത്തിൽ ഒലിച്ചു വന്ന തെങ്ങിൻ പട്ടകളും മരത്തടികളും അങ്ങിങ്ങായി കാണാം. വെള്ളമില്ലെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം തള്ളൽ നടക്കുന്നുണ്ട്. തോടിനെ ആശ്രയിച്ച് കൃഷിയിറക്കിയ നാണ്യവിളകൾ ഉൾപ്പെടെ ഇപ്പോൾ ഉണക്ക് ഭീഷണിയിലാണ്. കഴിഞ്ഞ വേനലിലും ഈ സമയം തോട് വറ്റിയിരുന്നെങ്കിലും ഇടമഴ ലഭിച്ചതിനാൽ നേരിയ തോതിൽ നീരൊഴുക്കുണ്ടായിരുന്നു. ഇത്തവണ അതുമില്ല. ആറ്റാശ്ശേരി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശ ചടങ്ങുകൾ ആരംഭിച്ചു. ഏപ്രിൽ 21 രാവിലെ 10-നും 11-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ. ക്ഷേത്രം തന്ത്രി നാരായണമംഗലത്ത് മനക്കൽ കുമാരസ്വാമി പട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഏപ്രിൽ 21 രാവിലെ 10-നും 11-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുന്നത്. അന്ന് രാവിലെ 11-ന് ദേവിക്ക് പൊങ്കാല അർപ്പിക്കും. 22-ന് രാവിലെ പരിവാര പ്രതിഷ്ഠ, മാതൃക്കളുടെ പ്രതിഷ്ഠ, നിർമാല്യധാരി പ്രതിഷ്ഠ, വലിയ ബലിക്കൽ പ്രതിഷ്ഠ തുടങ്ങിയവയും വൈകിട്ട് സർപ്പബലിയും ഉണ്ടാകും. 18-ന് വൈകിട്ട് 5-ന് ഓട്ടൻതുള്ളൽ, 8-ന് തൃശൂർ ഷെയ്ൻ സ്റ്റാർ മിമിക്രി വോയ്സിന്റെ മിമിക്രി ചാക്യാർ, 21-ന് വൈകിട്ട് 7-ന് ആദരായണം, 8-ന് മാർഗിരഹിത കൃഷ്ണദാസിന്റെ തായമ്പക, രാത്രി 10-ന് കുചേലവൃത്തം കഥകളി, 22-ന് വൈകിട്ട് 7-ന് വോയിസ് ഓഫ് നീലാംബരിയുടെ സുവർണഗീതങ്ങൾ, 23-ന് വൈകിട്ട് 4-ന് ചാക്യാർ കൂത്ത്, 7-ന് തായമ്പക, 24-ന് വൈകിട്ട് 4 മുതൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ച ശിവലി, ചൈനീസ് വെടിക്കെട്ട്, വെസ്റ്റേൺ ഡാൻസ്, 7-ന് ഗ്രാമകലാ അമ്പലപ്പാറ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് തുടങ്ങിയവയുണ്ടാകും. കഴിഞ്ഞ ദിവസം തിരുവാതിരക്കളിയും ഭക്തിഗാനസുധയും നടന്നു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ശ്രീകൃഷ്ണപുരം ഏരിയ കുടുംബസംഗമം സംഘടിപ്പിച്ചു. CITU ഡിവിഷൻ പ്രസിഡന്റ് M. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് P. ജയചന്ദ്രൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം K. രാഗേഷ്, ഏരിയ സെക്രട്ടറി K. സുകുമാരൻ, TV ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള പെൻഷൻകാരെ സംബന്ധിച്ച് കേന്ദ്രം തന്നെ കാശ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതില്ല, ബാക്കി രൂപപ്പെട്ടാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതല്ല, നമ്മളോട് പോയി 1600 ആളുകൾക്ക് കിട്ടാൻ പാകത്തിൽ വിതരണം ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കിട്ടേണ്ട, ന്യായമായി തരേണ്ട ആ വിഹിതം പോലും തരുന്നില്ല എന്നതാണ് നമ്മുടെ നാട്ടിലുള്ള
ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊന്നും നമുക്ക് തരേണ്ട ധനസഹായത്തിൻ്റെ കാര്യത്തിലായി എന്തിനേറെ കാശില്ലെങ്കിൽ നമ്മൾ കടം വാങ്ങാൻ ഉള്ള അനുമതി പോലും തരാതെ നമ്മളെ ശ്വാസം പിടിച്ചു പോരുന്ന ഒരു സമീപനം കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുക. മുതിർന്ന മാധ്യമപ്രവർത്തകനും മലപ്പുറം നഗരസഭാ മുൻ കൗൺസിലറുമായിരുന്ന പാലോളി കുഞ്ഞുമുഹമ്മദ് അന്തരിച്ചു. രോഗബാധിതനായി ചികിത്സയിലായിരുന്ന പാലോളി കുഞ്ഞുമുഹമ്മദിന്റെ അന്ത്യം പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ വെച്ചായിരുന്നു. മലപ്പുറം മുണ്ടുംപറമ്പ് ഹൗസിംഗ് കോളനിയിലെ വസതിയിലും മലപ്പുറം പ്രസ് ക്ലബ്ബിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് മുണ്ടുംപറമ്പ് ജുമാ മസ്ജിദിൽ മൃതദേഹം ഖബറടക്കി. ദേശാമനി മലപ്പുറം മുൻ ജില്ലാ ബ്യൂറോ ചീഫായിരുന്നു. CPM ഏരിയ സെക്രട്ടറി, CITU ഏരിയ സെക്രട്ടറി, പ്രസിഡന്റ്, മലപ്പുറം നഗരസഭാ കൗൺസിലർ, പെരിന്തൽമണ്ണ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ, മലപ്പുറം കോപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കുക എന്നതാണ് BJPയുടെ അജണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നിന്നുള്ള UDF MPമാർ രാജ്യത്തെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടില്ലെന്നും മുഖ്യമന്ത്രി. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. പെരിന്തൽമണ്ണ മേലാറ്റൂരിൽ വസ്ത്രശാലയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. മുകളിലത്തെ 2 നില പൂർണ്ണമായും കത്തിനശിച്ചു. ആളപായമില്ല. മണ്ണാർക്കാട് വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കി നൽകാത്തതിനെതിരെ വ്യാപാരികൾ. വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ആലോചിക്കുമെന്ന നേതാക്കൾ. ഉദ്യോഗസ്ഥരുടെ നടപടി മൂലം വ്യാപാരം നിർത്തേണ്ട സ്ഥിതിയെന്നും ഏകോപന സമിതി നേതാക്കൾ. റോഡുകളുടെ ശോചനീയാവസ്ഥ. വോട്ട് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട ആലിപ്പറമ്പിൽ ഫ്ലക്സ് ബോർഡുകൾ. വിവിധ ഗ്രാമീണ റോഡുകളുടെ തകർച്ച ചൂണ്ടിക്കാട്ടിയാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. ചെപ്ലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ലോറി പിന്നിലേക്കിറങ്ങിയുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു. 26 മൈൽ സ്വദേശി മുഹമ്മദ് ബഷീറാണ് മരിച്ചത്. ഐഡിയൽ കോളേജിന് സമീപമായിരുന്നു അപകടം. കടുത്ത ചൂടിൽ കോഴികൾ ചത്തൊടുങ്ങുന്നു. കോഴി കർഷകരും വ്യാപാരികളും പ്രതിസന്ധിയിൽ. മണ്ണാർക്കാട് മേഖലയിൽ നൂറുകണക്കിന് ഫാമുകൾ ഉൽപ്പാദനം നിർത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.